നീയത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സുകൊണ്ട് ഉറപ്പിക്കുന്ന കാര്യത്തിനാണ്, കൽബ് കൊണ്ട് ഉറപ്പിക്കുന്ന കാര്യത്തിനാണ് നീയത്ത് എന്ന് പറയുന്നത്. അത് സഹോദരങ്ങളെ, രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ നീയത്ത് നമ്മൾ കൽബ് കൊണ്ട് ഉറപ്പിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നീയത്തുൽ മഅമൂലി ലഹു എന്ന് പണ്ഡിതന്മാർ പറയും. ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളൊരു നീയത്തുണ്ട്. അതാണ് നമ്മുടെ ഇബാദത്തിലെ നീയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നീ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? നീ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയാണോ, അതല്ല ആളുകളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണോ? അള്ളാഹുവോടൊപ്പം മറ്റാരെങ്കിലും ഒക്കെ നീ ഉദ്ദേശിക്കുന്നുണ്ടോ? മറ്റാരുടെയെങ്കിലും ഒക്കെ പ്രതിഫലം, മറ്റാരുടെയെങ്കിലും ഒക്കെ ഒരു പുകഴ്ത്തൽ, മറ്റാരുടെയെങ്കിലും ഒക്കെ ഒരു പൊരുത്തം അത് നീ ഉദ്ദേശിക്കുന്നുണ്ടോ? പാടില്ല. പൊരുത്തവും പുകഴ്ത്തലും പ്രശംസയും പ്രതിഫലവുമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മാത്രം നീ പ്രതീക്ഷിക്കുക. അതാണ് നീയത്തുൽ മഅമൂലി ലഹു എന്ന് പറയുന്നത്. രണ്ടാമത്തത് നീയത്തുൽ അമൽ. നീ എന്താണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നിനക്ക് ധാരണ വേണം. അള്ളാഹ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, പക്ഷെ എന്താണ് ഈ ചെയ്യുന്നത്? അസ്ർ നിസ്കരിക്കുകയാണോ, മഗ്രിബ് നിസ്കരിക്കുകയാണോ, ഇശാ നിസ്കരിക്കുകയാണോ, സക്കാത്ത് കൊടുക്കുന്നതാണോ, അതല്ലാത്ത സദഖകൾ കൊടുക്കുന്നതാണോ, സക്കാത്തുൽ ഫിത്റാണോ കൊടുത്തത്, ഉദ്ഹിയത്താണോ അറുത്തത്, അഖീഖയാണോ അറുത്തത്, എന്താണ് നീ ചെയ്തത്? ആ പ്രവർത്തനം നീ അത് കരുതുക എന്നുള്ളതാണ്. ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, എന്താണ് നീ ചെയ്യുന്നത്? ഈ രണ്ട് കാര്യങ്ങളും സഹോദരങ്ങളെ ഉണ്ടാവുക എന്നുള്ളതാണ് നീയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇബാദത്ത് ശരിയാകണമെങ്കിൽ രണ്ട് നീയത്ത് വേണം എന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഒന്ന് നീയത്തുൽ മഅമൂലി ലഹ്, ആർക്ക് വേണ്ടിയാണ് നീ അത് ചെയ്യുന്നത് എന്നുള്ള നീയത്ത്. രണ്ട് നീയത്തുൽ അമൽ, എന്ത് പ്രവർത്തനമാണ് നീ ചെയ്യുന്നത് എന്നുള്ള നീയത്ത്. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നീയത്ത് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ, ഈ രണ്ടാമത് പറഞ്ഞ കാര്യം അഥവാ നീയത്തുൽ അമൽ, എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അടിസ്ഥാനപരമായി നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന കാര്യം തന്നെയാണ്. ആ വിഷയത്തിൽ അനാവശ്യമായ വസ്വാസ് ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. ചില ആളുകൾക്ക് വസ്വാസ് രണ്ടാമത്തെ കാര്യം, ഞാൻ അത് ഒന്നും എടുത്താണോ. യഥാർത്ഥത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഉറപ്പിക്കാൻ പ്രയാസപ്പെടേണ്ടത് ആർക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ്. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യാൻ നീ ശ്രമിക്കുക, ആർക്കും കാണിക്കാതെ. എന്നാൽ രണ്ടാമത്തെ കാര്യം നീയത്തുൽ അമൽ, അത് സഹലാണ്, എളുപ്പമാണ്. നീ എന്തിനാണ് ഈ മസ്ജിദിലേക്ക് ബാങ്ക് കൊടുത്തു വന്നാൽ നീ അത് മഗ്രിബ് നിസ്കരിക്കാനാണ്. നീ ടാപ്പ് തുറന്ന് വുളു എടുക്കാൻ പോകുമ്പോൾ നീ വുളു എടുക്കാൻ തന്നെയാണ്. ആ നീയത്ത് അവിടെ ഉണ്ട്. അതൊരു വസ്വാസം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിസ്കരിച്ചിട്ട് ഞാൻ അസ്റിന് നീയത്ത് വെച്ചോ, മഗ്രിബ് നീയത്ത് വെച്ചോ, ഇല്ല. അങ്ങനെയുള്ള വസ്വാസം നിനക്ക് ഉണ്ടാകേണ്ടതില്ല. മറിച്ച് അത് എളുപ്പമുള്ള കാര്യമാണ്. പിശാച് ഒരിക്കലും തന്നെ നിന്നെ കൊണ്ട് കളിക്കാൻ നീ വിടരുത്. പിശാചിന്റെ ഒരു കളിപ്പാട്ടമായി നീ തീരരുത്. വസ്വാസം സംഭവിച്ച ആളുകൾ പലപ്പോഴും പിശാച് അവൻ്റെ ഒരു കളിപ്പാട്ടാക്കും. വെറുതെ ഒന്നുകൂടി വുളു എടുക്ക്, ഒന്നുകൂടി അങ്ങനെ ചെയ്യും, ഒന്നുകൂടി ഇങ്ങനെ ചെയ്യും. പിശാച് അവനൊരു കളിപ്പാട്ടാക്കാൻ നോക്കും. നമ്മളെ വിട്ടുകൊടുക്കാൻ പാടില്ല. നമ്മൾ ഉറച്ചിക്കണം. ഞാൻ ഉറപ്പോടുകൂടിയാണ് ചെയ്തത്, ഞാൻ ഇതിനെ മാറ്റി ചെയ്യണം, ഞാനത് ഇന്നതിനാണ് വന്നത്, പിന്നെ ഞാൻ വേറെ എന്ത് ഭയപ്പെടാനുള്ളത്. ആ രൂപത്തിലേക്ക് സഹോദരങ്ങളെ, നമ്മൾ നീയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ ചില ആളുകൾ വസ്വാസിലേക്ക് പോയി ആവശ്യമില്ല. പ്രത്യേകിച്ചും ഈ നീയത്തുൽ അമൽ എന്ന് പറയുന്നത് അതിന്റെ കാര്യം സഹല. അത് രണ്ട് സന്ദർഭത്തിൽ മാത്രമേ നീയത്ത് തെറ്റിപ്പോകാനുള്ള സാധ്യതയുള്ളൂ. ഒരേപോലത്തെ രണ്ട് അമലുകൾ ഒരുമിച്ച് വരിക. ഉദാഹരണത്തിന് ഒരാൾ യാത്രയോ മറ്റോ കഴിഞ്ഞ് ളുഹറും അസ്റും നിസ്കരിക്കണം. അപ്പോൾ ആദ്യത്തെ ളുഹറാണ്, രണ്ടാമത്തെ അസ്റാണ്, രണ്ടും 4 റക്അത്താണ്. അപ്പോൾ നമുക്ക് കൃത്യമായ നീയത്ത് വേണം, കൃത്യമായ നീയത്ത് നമുക്ക് വേണം. അത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരേപോലെ അമൽ ഒരുമിച്ച് വരികയാണല്ലോ. അതല്ലെങ്കിൽ പിന്നീട് ഒരു സാഹചര്യം നമ്മൾ തെറ്റായ ഒരു നീയത്ത് പ്രത്യേകമായി ഉണ്ടാവുക. ഒരാൾ അസ്ർ നിസ്കരിക്കാൻ വരുന്ന സമയത്ത് ആ വീട്ടിൽ നല്ലോണം ഉറങ്ങിയിട്ട് വരിക. അപ്പോൾ പെട്ടെന്ന് നെട്ടിയപ്പോൾ സമയമായപ്പോൾ വേഗം ഓടി വന്നു. അപ്പോൾ അവൻ്റെ മനസ്സിൽ അവൻ ളുഹറിന് മുമ്പ് ഉറങ്ങുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ളുഹർ വാങ്ങുന്നൊക്കെ ചിന്തയിലാണ് ചിലപ്പോൾ വരിക. അപൂർവ്വം ചിലപ്പോൾ സംഭവിച്ചേക്കാം. കൈ കെട്ടിയപ്പോൾ അവൻ ളുഹർ എന്നുള്ള ചിന്തയിലാണ് ഉള്ളത്. അപ്പോൾ പിന്നീട് അവൻ നേരെ റോക്കോ മറ്റോ കണ്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ മനസ്സിലായി ഇത് അസറാണ്, സംഭവം 4 കാലക്കളൊക്കെ കാണിക്കുന്നത്, 1 മണിയല്ല. അപ്പോൾ അവൻ തെറ്റായ നിയത്തോടുകൂടിയാണ് വന്നത്. അവിടെയൊക്കെയാണ് അവൻ തെറ്റിപ്പോകുന്നത്. അപ്പോൾ നിസ്കാരം കൈ അയക്കണം, വീണ്ടും ളുഹറിന്റെ നിയത്തോ അസറിന്റെ നിയത്തോടുകൂടി കയറണം. അപ്പോൾ കാരണം അവൻ ളുഹർ നിസ്കരിച്ചവനാണ്. അപ്പോൾ തെറ്റായ നിയത്തായി പോയി. അപ്പം അങ്ങനെയുള്ള തെറ്റായ നിയത്ത് പ്രത്യേകമായി വരുമ്പോൾ മാത്രമേ നമുക്കൊരു അതിൽ ശ്രദ്ധിക്കേണ്ടതായി വരുന്നുള്ളൂ. അതല്ല എങ്കിൽ ഏതൊരു ഇബാദത്തും നമ്മൾ അതിനു വേണ്ടി മുന്നിട്ട് കഴിഞ്ഞാൽ സഹോദരങ്ങളെ, അതാണ് നമ്മുടെ മനസ്സിലാക്കുക. കാരണം ഒരു മനുഷ്യൻ ഒരു കാര്യം, ഒരു ഇറാദത്തുണ്ടെങ്കിൽ, ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ നീയത്തുണ്ടാകും. അങ്ങനെ വെറുതെ ഒരു കാര്യത്തിലേക്ക്, കാരണം നീയത്തില്ലാതൊരു കാര്യം ചെയ്യാനാണ് പണി. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. നീയത്തില്ലാതൊരു കാര്യം ചെയ്യാന്ന് പറയുന്നതാണ് പണി. കാരണം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളൊരു ഉദ്ദേശം മനസ്സിലുണ്ടാകും. ആ മനസ്സിലുള്ള ഉദ്ദേശത്തിനാണ് നീയത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിലൊരു അനാവശ്യമായ വസ്വാസ് ആവശ്യമില്ല എന്നാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇത് ഇബാദത്തിനെ കുറിച്ചാണ്. മുആമലാത്തുകളെ കുറിച്ചാണെങ്കിൽ അവിടെ നമുക്ക് അതിന്റെ സിഹത്തിന്, അതിന്റെ സ്വീകാര്യതയ്ക്ക് നീയത്ത് ആവശ്യമില്ല. എന്ന് വെച്ചാൽ നീ ഭക്ഷണം കഴിക്കുമ്പോൾ അത് അള്ളാഹിന്റെ പ്രതിഫലം കിട്ടണമെന്ന് നീ ഉദ്ദേശിക്കണമെന്ന് നിനക്ക് ആ ഭക്ഷണം കഴിക്കുന്ന പ്രവൃത്തി സഹിഹാകാൻ ആവശ്യമില്ല. നീ അതിന്റെ ആസ്വാദനം കൊണ്ട് കഴിച്ചാലും ശരി, ആ അമൽ സഹിഹാണ്, അത് തെറ്റാവുന്നില്ല, നിനക്ക് കുറ്റം കിട്ടാനൊന്നും പോകുന്നില്ല. നീ ഉറങ്ങുമ്പോൾ ആസ്വദിച്ചുറങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നീ ദുന്യവിയായ ഭൗതികമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് നീ അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ അവിടെ നിനക്ക് വലിയ പ്രതിഫലങ്ങൾ നഷ്ടപ്പെടാൻ അത് കാരണമാകും. കാരണം 2 മനുഷ്യന്മാർ, അവരിൽ ഒരാൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് അവരുടെ നീയത്ത് നേരത്തെ ഒന്ന് ഉറങ്ങി സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് ഒരു 3 റക്അത്ത് നിസ്കരിക്കണം, അല്ലെങ്കിൽ സുബഹി കറക്റ്റ് ജമാഅത്തിന് പോകണമെങ്കിൽ നേരത്തെ ഉറങ്ങണം. അപ്പം അങ്ങനെ നേരത്തെ വിശ്രമം കിട്ടിയാലേ എനിക്ക് നിസ്കാരങ്ങളൊക്കെ കൃത്യമായി നിർവഹിക്കാൻ പറ്റുകയുള്ളൂ എന്ന നീയത്തിൽ ഒരാൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ, വുളു എടുത്ത് ദിക്റൊക്കെ ചൊല്ലി ഉറങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ്റെ ആ ഉറക്കം മുഴുവൻ ഇബാദത്തായി തീരുകയാണ്. അതുപോലെ അവൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇതേപോലെ അവൻ ഭക്ഷണം കഴിക്കുകയാണ്. എനിക്ക് ഇബാദത്ത് ചെയ്യണമെങ്കിൽ ഭക്ഷണം കഴിച്ചേ മതിയാവുകയുള്ളൂ. അത് 2 അഭിപ്രായമില്ലാത്ത കാര്യമാണ്. ഭക്ഷണം കഴിക്കാതെ എത്ര ദിവസം എനിക്ക് ഇബാദത്ത് ചെയ്യുന്ന ഒരാൾക്കും ഒരു മനുഷ്യനും പറയാൻ കഴിയില്ല. മനുഷ്യനെ സാധിക്കുന്ന കാര്യമല്ല. അതിനൊക്കെ ഒരു പരിധിയുണ്ട്, എത്ര ദിവസം വെള്ളവും ഭക്ഷണമൊക്കെ കഴിക്കാതെ ജീവിക്കാൻ പറ്റുന്നുള്ളൂ. അത് കഴിക്കുന്നത് കൊണ്ടാണ്, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടാണ് ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ആ നിയത്ത് അവൻ്റെ മനസ്സിൽ ആദ്യം വരികയാണെങ്കിൽ ഇതൊക്കെ കഴിച്ചാലേ അള്ളാഹിന്റെ മാർഗത്തിൽ നല്ല ഇബാദത്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ അവനൊരു എക്സസൈസ് ചെയ്യാൻ, ശരീരത്തിന് വേണ്ട എന്തെങ്കിലുമൊക്കെ ഒരു വ്യായാമത്തിൽ ഏർപ്പെടുകയാണ്, അവിടെയും അവൻ നിയത്ത് വെക്കാൻ. ഇങ്ങനെയൊക്കെ ചെയ്താൽ അള്ളാഹിന്റെ മാർഗത്തിൽ എനിക്ക് നന്നായി ഇബാദത്ത് ചെയ്യാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിക്കാനൊക്കെ സാധിക്കുകയുള്ളൂ എന്ന് വിചാരിച്ച് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, ഉറക്കമാകട്ടെ, ഭക്ഷണമാകട്ടെ, വ്യായാമമാകട്ടെ, അവന് പ്രതിഫലം അർഹമായി തീരുകയാണ്. എന്നാൽ ഇപ്പുറത്ത് ഇതേ കാര്യങ്ങൾ ചെയ്യുന്ന വേറൊരാളുണ്ടാകും.
അയാൾ ഉറങ്ങുമ്പോൾ നേരത്തെ റെസ്റ്റ് എടുക്കണം, ഉറങ്ങണം, നേരത്തെ ഉറങ്ങണം, നല്ല രസമുണ്ട്, കിടന്നുറങ്ങണം. അയാൾ കുറ്റക്കാരനല്ല, അയാൾ സുബൈക്കാരത്തെ എഴുന്നേൽക്കുകയാണെങ്കിൽ വേറെ കുറ്റമൊന്നും അയക്കില്ല, അയാൾ ഉറക്കം ശരിയാണ്. അയാൾ ഭക്ഷണം കഴിക്കുക, നല്ല ഭക്ഷണം, നല്ല ബിരിയാണി എന്ന് പറഞ്ഞാൽ നന്നായി കഴിക്കുക, അത് കുഴപ്പമാക്കില്ല, അല്ലെങ്കിൽ ചിന്തയൊന്നുമില്ല. വ്യായാമം കഴിക്കുമ്പോൾ നല്ല ശരീരം, നല്ല ശക്തി വേണം എന്നൊക്കെ പറഞ്ഞാൽ വേറെ കാര്യങ്ങൾ അയാൾ ചിന്തിക്കുന്നില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം തെറ്റായ മറ്റ് ചിന്തകളൊന്നും ഇല്ലാത്തിടത്തോളം കാലം ഈ 3 കാര്യങ്ങളും തെറ്റൊന്നുമില്ല, ശരിയാണ്. പക്ഷെ ആദ്യത്തെ ആൾക്ക് ഇതേ സമയമാണ് അയാളും ചെലവഴിച്ചത്, പക്ഷെ അയാൾ അതൊക്കെ പ്രതിഫലമാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അദാതു അഹ്ലിൽ യഖ്ള ഇബാദ. ഉണർവോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരുവന്റെ എല്ലാ ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും ഇബാദത്തായി തീരും. അവൻ ചെയ്യുന്ന എല്ലാ ഇബാദത്തായിട്ടാണ് ചെയ്യുന്നത്. അവൻ നടക്കാൻ ഇറങ്ങിയാൽ പോലും ആ ചിന്ത ഉണ്ടാവും. ഞാൻ നടക്കുന്നത് നല്ല വൃത്തിയിലൊക്കെ നടന്ന് ശരീരമൊക്കെ ഒന്ന് ഉഷാറാക്കിയാൽ എനിക്ക് നല്ല നീണ്ടു പറഞ്ഞ് നിസ്കരിക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. ഞാൻ ഭക്ഷണം കഴിക്കുന്നത്, ഞാൻ വെള്ളം കുടിക്കുന്നത്, അതിലൊക്കെ അവൻ ആ ചിന്ത ചിന്തിക്കും. എല്ലാ കാര്യത്തിലും അവൻ അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിക്കും. അവന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ മൊത്തം പ്രതിഫലാർഹമാക്കി തീർക്കും. എന്നാൽ ഇപ്പുറത്ത് ഇബാദാതു അഹ്ലിൽ ഗഫ്ലതി ആദാത്ത്, ഗഫ്ലത്തുള്ള അശ്രദ്ധയിലുള്ള ആളുകളുടെ ഇബാദത്തുകൾ അത് ആദാത്തുകൾ പോലെ ആയിത്തീരും. സംസ്കരിക്കുന്നുണ്ടാവും, നോമ്പെടുക്കുന്നുണ്ടാവും, സക്കാത്ത് കൊടുക്കുന്നുണ്ടാവും, പക്ഷെ ഒന്നൊരു നിയത്തില്ല, അള്ളാഹുവിന് പ്രതിഫലം കിട്ടണം എന്നുള്ള ചിന്തയില്ല, എപ്പോഴും അശ്രദ്ധയിലാണ്. ഒരു മനുഷ്യൻ നിസ്കരിക്കുമ്പോൾ പോലും അവൻ ഇസ്തിഹ്ലാറുൽ ഖൽബില്ലെങ്കിൽ, ഹൃദയ സാന്നിധ്യം, മനസാന്നിധ്യം ഇല്ലെങ്കിൽ അവന് പ്രതിഫലം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ അവന് വളരെ കുറഞ്ഞ പ്രതിഫലമായിരിക്കും തീരും, ആദാത്തുകൾ പോലെ ആയി തീരും, യാന്ത്രികമായി ചെയ്യുന്ന കാര്യങ്ങൾ പോലെ ആയി തീരും. അങ്ങനെ ആകരുത്. ഓരോ സമയത്തും നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുക എന്നാണ് പറയുന്നത്.